എനിക്ക് ഈ ഗുണ്ടവാസുവിന്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഗുണ്ടമുത്തുവിന്റെ അനുഭവങ്ങൾ കേട്ടിട്ട് കരച്ചില് വരുന്നു. എനിക്ക് മാഡം കരയുന്ന കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എന്താ എനിക്കറിയില്ല, മുഖം കാണുമ്പോ ചിരി വരികയാണ്. ഞാൻ അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചെന്നപ്പം അവിടെ ഒരു പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞൊരു കാര്യം, ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ ജഡ്ജ്, ആദ്യത്തെ വനിതാ പോലീസ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഇവരെല്ലാം സ്ത്രീകളായിരുന്നു. ഒരു പുരുഷന് പോലും അതിനൊരു അവസരം കൊടുക്കാതെയാണ് സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാർക്ക് നേരെ ഇന്ന് വളരെ ഒരു ന്യായവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടുകൊണ്ട് ഓരോ സ്ഥലത്തും വരുന്നത്. ഈ കത്തി കൊണ്ട് നടന്നിട്ട് വല്ലതും നടന്നിട്ടുണ്ടോ? ഇത് അവള് പറഞ്ഞു വിട്ടത് ഉണ്ണൻ 2 വാഴയില വെട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി എടുത്തത്. അല്ലാതെ നിങ്ങളെ പറ്റി കേട്ടപ്പോ നിങ്ങൾ ഈ കത്തിയായിട്ടൊരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉണ്ടായിരുന്നു. അത് ഈ കത്തിയായിട്ടല്ല, അത് ഒരു 83-ലാണ്. ഞാനന്ന് ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ ഒരു 10-18 വയസ്സുള്ള കുട്ടി ആ വീട്ടിലുണ്ട്. ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോർ തുറന്നപ്പോ ഞാൻ കത്തി എടുത്ത് ആ കുട്ടിക്ക് നേരെ നീട്ടി. ഇത് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ നീട്ടിയിട്ട് പറഞ്ഞു, കറിക്ക് അരിയുന്ന കത്തിയാണ്, ഒന്നിന് 10 രൂപ, 3 എടുത്ത് 25 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. കത്തി കച്ചവടമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഒരുപാട് വീടുകളിൽ തമിഴ്നാട് കോയമ്പത്തൂർ ഭാഗത്താണ്. പിന്നെ മദ്യപിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് ഭാര്യയെ ഞാൻ മദ്യപിച്ച് മർദ്ദിക്കുന്നു എന്നൊക്കെ അവള് പരാതി പറഞ്ഞു. എനിക്ക് ഭക്ഷണം തരാതെ ദിവസങ്ങളോളം ഇടും. ഈ കാന്താരി മുളക് ധരിച്ച് എന്റെ കണ്ണിൽ തേക്കുമായിരുന്നു. ഞാൻ കുടിച്ച് മർദ്ദിക്കുമെന്നാണ് ഇവര് പറയുന്നത്. ഞാനന്ന് വെള്ളൈക്കല്ലാട്ട ഒരു 2 അടിക്കും. വെള്ളൈക്കല്ലാട്ടയോ? വെള്ളൈക്കല്ലാട്ടാന്ന് വെച്ചാൽ വൈറ്റ് മിസ്റ്റീഫ്. തമിഴ്നാട്ടിൽ അങ്ങനെയാ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അരശൻ പൊന്മാൻ, കിങ് ഫിഷർ, അതുപോലെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കറുത്ത ഒട്ടിപ്പ്, ബ്ലാക്ക് ലാബൽ, ഇതൊക്കെ കഴിച്ച് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ എന്നോട് വളരെ മൃഗീയമായ പെരുമാറ്റമായിരുന്നു. മുത്തുവിനോട് സംസാരിക്കാൻ ഇനിയും ആൾക്കാരുണ്ട്. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹായ്, എന്റെ പേര് മീനാക്ഷി. എന്റെ പേര് ഷീജാമ്മ. ഷീജാമ്മയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആണോ? പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? പിന്നെ കറുത്തമ്മയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായോ? കറുത്തമ്മ. ഇവിടെ നമ്മൾ ഞാൻ പുരുഷൻ എന്നൊരു പരിപാടിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗുണ്ടം മുത്തു ഇരിപ്പുണ്ട്, സംസാരിക്കാം. ഈശ്വര, പേര് കേട്ടിട്ട് എന്നെ പേടിയാണോ കേട്ടോ. എനിക്ക് ഒരു പരിധി വരെ തോന്നുന്നത് ഈ ഭാഷയ്ക്ക്, നമ്മുടെ എല്ലാം ഭാഷയ്ക്ക് നമ്മൾ മാതൃഭാഷ എന്ന് പറയുന്നത് തന്നെ വീട്ടിൽ കൂടുതലും സംസാരിക്കുന്നത് മാതാവായോണ്ടാണ്. പിതാവിനെ ആഴ്ചയിൽ ഒരിക്കലല്ലേ സംസാരിക്കാൻ അനുവദിക്കുള്ളൂ. ഇപ്പൊ പോലും അതൊക്കെ വെറുതെയാണ്. കാരണം പിതാക്കന്മാര് സംസാരിച്ചാണ് ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഈ ഗതിയായത്. പറഞ്ഞൂടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പോലും ഇവിടെ എന്റെ വേദന കേൾക്കാൻ വിളിക്കുന്നത് മുഴുവൻ സ്ത്രീകളാണ്. സ്ത്രീകള് ടിവിയുടെ മുന്നിലാണ് 24 മണിക്കൂറും. അവരുടെ കർത്തവ്യ ബോധത്തെ തീർത്തും മറന്നുകൊണ്ട് അവരിറങ്ങി പുറപ്പെടുകയാണ്. പറയരുത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മോള് ഇപ്പൊ വഴിയിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു പൂവാലൻ അവിടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? ഞാൻ നടക്കുമ്പോൾ ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങനെ ചെയ്തതെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ ഉപദ്രവിക്കാൻ പോവില്ല. ഞാൻ പറയും ഇല്ല, ഞാൻ ഉപദ്രവിക്കില്ല. ഞാനത് പ്രോത്സാഹിപ്പിക്കും. ഞാൻ ചെന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, മോളെ ഇനി ഇങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ അത്രയും സന്മനസ്സോടെ. നാട്ടില് പണ്ടൊക്കെ വിദേശ സ്ത്രീകൾ ധാരാളം വന്നിരുന്നു. ഇപ്പൊ അത് കുറവാണെന്നാണ് റിപ്പോർട്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ പുരുഷന്മാരുടെ ഈ ഒരു മനോഭാവം തന്നെയാണ് പ്രശ്നം. വിദേശത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. വിദേശത്തെ സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവും രണ്ടാണ്. ഇവിടെ അമേരിക്കയിലും ഇവിടെ പൊതുവഴിയിൽ മൂത്രം ഒഴിക്കാം. പക്ഷെ അമേരിക്കയിൽ പൊതുവഴി മൂത്രം ഒഴിക്കാൻ പാടില്ല. അമേരിക്കയിൽ പൊതുവഴിയിൽ ഉമ്മ വയ്ക്കാം. പക്ഷെ ഇവിടെ പൊതുവഴിയിൽ മൂത്രം ഒഴിക്കാറില്ലേ? അതല്ല, ഇവിടെ പൊതുവഴിയിൽ ഉമ്മ വയ്ക്കാൻ പറ്റില്ല, അവിടെ പൊതുവഴിയിൽ ഉമ്മ വയ്ക്കാം. അപ്പൊ അവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവും രണ്ടാണ്. അതെ, നമുക്ക് രണ്ടൊന്ന് മാറ്റി മറിച്ചാൽ നന്നായിരുന്നു തോന്നുന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് ഒരു സംരക്ഷണം വേണം. പുരുഷന്മാർക്ക് സംരക്ഷണം വേണോ? ഇത് എവിടെന്നുകൊണ്ട്? സ്ത്രീകൾ പോലും ഇവിടെ സംരക്ഷണം ചോദിക്കാത്ത സ്ഥലത്താണ് ഈ ഒരു ഗുണ്ടയായ മുത്തു സംരക്ഷണം ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പുരുഷന് എന്ത് സംരക്ഷണമാണ് ഈ നാട്ടിൽ വേണ്ടതെന്നാണ് ചേട്ടൻ പറയുന്നത്? പുരുഷന് വെറുതെ ഒരു സ്ത്രീ പറയാണ്, അവൻ എന്നെ നോക്കി കമന്റ് അടിച്ചു എന്ന് ബസ്സിൽ നിന്നൊരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാരും പെങ്ങളെ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ചുറ്റും കൂടി ഇവനെ ഇടിച്ച് പഞ്ഞിക്കിടും. അപ്പൊ തന്നെ പുരുഷന്മാർക്ക് ചുമ്മാ ഒന്നുകൂടെ എന്തിനാ വെറുതെ ഇത് കേൾക്കാൻ നിൽക്കുന്നേ? ഇത് കേൾക്കാൻ നിൽക്കാൻ വെറുതെ ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞാലോ? വെറുതെ അങ്ങനെ ആരെങ്കിലും പറയൂ? ഒരു പറഞ്ഞുകൂടായില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതേ ചേട്ടൻ തന്നെ ചേട്ടന്റെ പെങ്ങളെയോ ചേട്ടന്റെ അമ്മയെയോ ആരെങ്കിലും ഇതുപോലെ വല്ലതും ചെയ്താൽ അതിന്റെ സത്യാവസ്ഥ നോക്കിയിട്ടാണോ പ്രതികരിക്കുക? അല്ല, അങ്ങനെ അവര് തന്നെ പ്രതികരിക്കണ്ട. ഒന്നാമത്തെ കാര്യം, പെങ്ങൾക്ക് അളിയനും അമ്മയ്ക്ക് അച്ഛനും ഉണ്ട്, എനിക്ക് ആരുണ്ട്? അത് ശരി, ഒന്നുമില്ലേ? അല്ല, അവർക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പോൾ പോലും ഞാനെന്ന് പറയുന്ന ഒരു പുരുഷന്റെ വാക്കിന് പുല്ല് വിലയാണ് മീനാക്ഷി കൽപ്പിക്കുന്നത്.
എന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടാ. അപ്പൊ മീനാക്ഷി വിളിച്ചതിൽ സന്തോഷം. വളരെ സന്തോഷം കേട്ടോ. ഒരു കോംപ്രമൈസിൽ എത്താൻ ശ്രമിക്കാട്ടോ. ശരി. ഞാന് 80കളിലൊക്കെ ആദ്യം എനിക്ക് നെക്സലൈറ്റിന്റെ വർക്ക് ഉണ്ടായിരുന്നതാ. 80കളിൽ നെക്സലൈറ്റ് ആയിരുന്നോ? നെക്ലേസിന്റെ വർക്ക് ഉണ്ടായിരുന്നതാണ്. വെള്ളി നെക്ലേസ് പണിത് ഒരിടത്ത് കൊണ്ട് കൊടുക്കും. നെക്സലൈറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കാര്യം. ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് മാഡം ഈ കാണിക്കുന്ന പെൺകുട്ടികളെ കൊണ്ട് മാത്രം ഫോൺ ചെയ്യിപ്പിച്ചിട്ട് എന്നെ എന്തെല്ലാം പേരുകൾ കേൾപ്പിക്കുന്നത്. ആ കുട്ടിയുടെ നാളെ എന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഭാര്യ എടുത്ത് പറയും ഈ കണ്ട ചെറിയ മുട്ടന്ന് ഉരിയാത്ത കുട്ടികളുടെ വാക്ക് കേട്ട് തോറ്റുപോയി എന്ന് പറയില്ലേ. എന്റെ അമ്മയും പെങ്ങളെയും കമന്റ് അടിച്ചാൽ ഞാൻ പോയി ചോദിക്കൂലേ. ആണുങ്ങളെ കമന്റ് അടിക്കുന്നതിന് കുഴപ്പമില്ല. അമ്മയും പെങ്ങളുമാണ് എല്ലാവർക്കും. അച്ഛനും ആങ്ങളെ എന്നൊരു സങ്കല്പം കേരളത്തിലില്ല. നിനക്കുമില്ല അച്ഛനും ആങ്ങളെയും എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗാന്ധിജി സ്ത്രീകൾക്ക്